യെസ്, ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏകദേശം 3 കോടിയോളം ജനം പാർക്കുന്ന രാജ്യമാണ് വെനസ്വേല. ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ സ്രോതസ്സുള്ള രാജ്യമായിട്ടാണ് വെനസ്വേല അറിയപ്പെടുന്നത്. എണ്ണയ്ക്ക് പുറമെ കാപ്പി, കൊക്കോ, കരിമ്പ്, ചോളം എന്നിവയും വലിയ തോതിൽ വെനസ്വേലയിൽ കയറ്റുമതി ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേല പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാജ്യം വിടാൻ വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദോറയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയെന്നാണ് റിപ്പോർട്ട്. വെനസ്വേലൻ പ്രസിഡന്റ് മദോറയുടെ മുന്നോട്ടുള്ള പാത അനിശ്ചിതത്വത്തിലാണ്. തന്റെ ഭാവിയെക്കുറിച്ചും രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചും നിർണായക തീരുമാനങ്ങൾ എടുക്കണം. മദോറ പോകാൻ വിസമ്മതിച്ചാൽ കൂടുതൽ US സമ്മർദ്ദത്തിനും സാധ്യതയുള്ള സൈനിക നടപടിക്കും സാധ്യത നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അഭയം വാഗ്ദാനം സ്വീകരിച്ചാൽ അത് വെനസ്വേലയിലേക്ക് ഒരു പുതിയ രാഷ്ട്രയുഗത്തിന് തുടക്കമിട്ടേക്കാം. അന്തിമഫലം ഇതുവരെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ലാറ്റിൻ അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് എന്താണ് ട്രംപ് പറഞ്ഞതെന്ന് ആദ്യം ഗ്രാഫിക്സിലൂടെ ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിഥിയിലേക്ക് വരാം. അന്ത്യശാസനം നൽകി ട്രംപ്, അതായത് ട്രൂത്ത് സോഷ്യൽ ഒരു പോസ്റ്റിലൂടെയാണ് ട്രംപ് തന്റെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് വെനസ്വേലയ്ക്ക് നൽകിയത്. എല്ലാ വിമാന കമ്പനികളും, പൈലറ്റുമാരും, മയക്കുമരുന്ന് വ്യാപാരികളും, മനുഷ്യക്കടത്തുകാരും ദയവായി വെനസ്വേലയ്ക്ക് ചുറ്റുമുള്ള വ്യോമ അതിർത്തി പൂർണ്ണമായും അടയ്ക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് പറയപ്പെടുന്നത്. മദോറ ഭരണകൂടത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് വെനസ്വേലയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമമായാണ് ഇതിനെ നോക്കിക്കാണുന്നത്. എന്താണ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റിനോട് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ നോക്കാം. ട്രംപിന്റെ ശാസന എങ്ങനെയാണ്? അതായത് നിക്കോളാസ് മദോറയ്ക്കും കുടുംബത്തിനും രാജ്യം വിടാൻ വഴിയൊരുക്കാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്നിതാണ്, അടുത്തതായി പറയപ്പെടുന്നു, അതായത് അടുത്ത ആളുകളെയും, അതായത് മദോറയുടെ ഏറ്റവും അടുത്ത ആളുകളെ രക്ഷിക്കാം, കുടുംബത്തിലുള്ള ആളുകളെ രക്ഷിക്കാം എന്ന് പറയുന്നു. ഉടനടി പ്രസിഡന്റ് സ്ഥാനം, അതായത് വെനസ്വേലൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നു. മറ്റൊന്ന് രാജ്യം വിടണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഭാര്യയ്ക്കും മകനും സുരക്ഷിതമായി രാജ്യം വിടാൻ വഴിയൊരുക്കാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെയും രക്ഷിക്കാം, ഉടനടി രാജ്യം വിടണം എന്നാണ് പ്രധാനമായും ട്രംപ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അതായത് ഈ മദോറയുമായി ഫോണിൽ സംസാരിച്ചത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രംപ്. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വൈറ്റ് ഹൗസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ അവരുടെ സംഭാഷണം എന്നുള്ളതും ഇനിയും റിപ്പോർട്ടുകൾ പുറത്ത് വരേണ്ടതിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ട്രംപ് ചെയ്തത് ഈ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളാണ്. അതായത് കരീബിയൻ തീരത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വെനസ്വേലിയൻ തീരത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ ഏറ്റവും മാരക ആയുധങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരിക്കുന്ന US ജെറാൾഡ് ആൻ ഫോർഡ്, USS ഇവോ ജാമിയ, US സ്റ്റോക്ക് ഡെയർ, USS ലേക്ക് എർവി, US ഗെറ്റിസ്ബർഗ് എന്നീ കപ്പലുകൾ ഇവരുടെ തീരത്തുണ്ട്, അതായത് കരീബിയൻ തീരത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. 10-ലധികം വരുന്ന യുദ്ധക്കപ്പലുകൾ ഈ കരീബിയൻ തീരത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന പ്രധാനമായ ഒരു വസ്തുത. ഈ കരയാക്രമണ ഭീഷണി, അതായത് വെനസ്വേലയ്ക്കെതിരായ കരയാക്രമണം നടത്താൻ മടിക്കില്ലെന്നാണ് ട്രംപ് പരസ്യമായി ഭീഷണി ഉയർത്തിയത്. വെനസ്വേല കുറ്റവാളികളെ US അയക്കുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതിയാണ് വെനസ്വേലയിലുള്ളത്. അപ്പോൾ വെനസ്വേലയിലുള്ള ഒരു മറുപടി ഇങ്ങനെയാണ്, അതായത് കൊളോണിയൽ ഭീഷണിയാണ് എന്നാണ് വെനസ്വേല പറയുന്നത്. തങ്ങളുടെ ജനതയ്ക്കെതിരായ അതിരുകടന്നതും നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതുമായ ആക്രമണമാണ് ട്രംപിന്റെ പ്രതികരണമെന്നാണ് വെനസ്വേലൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനം ആവശ്യമാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടെ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, ട്രംപിന്റെ ഈ ഭീഷണി നമുക്കത്ര ചെറുതായി കാണാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10-ലധികം യുദ്ധക്കപ്പലുകളാണ് കരീബിയൻ തീരത്ത് ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടത് പ്രകാരം വന്നു കിടക്കുന്നത്. മറ്റൊരു ഭീതിയിലേക്ക് ലോകം പോവുകയാണോ ശരിക്കും? ഈ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി അഗാധമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വെനിസുലയിൽ ഒരു ഭരണമാറ്റം എന്നുള്ളത് വളരെ കാലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ചൈന വെനിസുലയിലും അതുപോലെ തന്നെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും, അർജന്റീന, ബ്രസീൽ, ചിലി, കൊളംബിയ, പിന്നെ ബൊളീവിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമായി അവരുടെ ഒരു നിക്ഷേപം വർദ്ധിച്ചു വരുന്നതും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയവും മറ്റ് സാമ്പത്തികവുമായ പല കാര്യങ്ങളിലും ചൈനയുടെ ഒരു വർദ്ധിച്ച സ്വാധീനം
വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അമേരിക്കയെ. പ്രത്യേകിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ അടുത്ത് വളരെ ശക്തമായ താക്കീത് ചൈനക്ക് നൽകേണ്ടായി. പനാമ കനാലിൽ അതിന് വേണ്ടിയിട്ടുള്ള അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ബിഡിൽ ചൈന പങ്കെടുത്തപ്പോൾ പനാമ കനാൽ ഉണ്ടാക്കിയത് ചൈനയല്ല, മറിച്ച് അത് അമേരിക്കയാണ്. അമേരിക്കയുടെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമായിരിക്കും പനാമ കനാൽ എന്ന് പറഞ്ഞ് പനാമയിലെ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തുകയും അതിൽ നിന്ന് ആ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കുകയും ഇപ്പോ അമേരിക്കയുടെ മിലിറ്ററി എക്സസൈസും ഒക്കെ പനാമ കനാലിൽ നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഏറ്റവും അധികം ഫോക്കസ് അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോൾ ഉള്ളത് വെനിസുലയിലാണ്. വെനിസുലയിലെ കാരണമായിട്ട് പറയുന്നത് മയക്കുമരുന്നിന്റെ കടത്ത്, അതുപോലെ തന്നെ സെക്സ് ട്രാഫിക്കിംഗ്, ഇതൊക്കെ വെനിസുല കാര്യമായിട്ട് അമേരിക്കയിലേക്ക് നടത്തുന്നു. അതുകൊണ്ട് വെനിസുലയിലെ ഭരണകൂടത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന ഒരു ന്യായമാണ് പുറമേക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക നടത്തുന്നതെങ്കിലും അതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് വെനിസുലയെ മോചിപ്പിക്കുക. പ്രത്യേകിച്ച് വെനിസുലയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരണം ഉള്ള എണ്ണയുടെ ഏറ്റവും വലിയ ശേഖരമുള്ള ഒരു രാജ്യമാണ് വെനിസുല. അത് ഈവൻ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് വെനിസുല. അപ്പൊ ആ എണ്ണ ഉൽപാദനത്തിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അമേരിക്കയിലെ തന്നെ ധാരാളം രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ കാര്യമായി പറയുന്ന ഒരു സംഗതി, ഇത്രയും വലിയ ഒരു ആയുധ ശേഖരങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി ബിൽഡപ്പും ഒക്കെ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം നടത്തി വെനിസുലയിൽ നിന്ന് നിക്കോളാസ് മദുരയെ പുറത്താക്കി അതിന്റെ ഭരണകൂടം അവിടെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കുക, എന്നിട്ട് അവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നോക്കൂ, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം അമേരിക്കക്ക് ലോകത്ത് ഒരിടത്തും ഒരു തരത്തിലുമുള്ള ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ നടത്താൻ സാധിച്ചിട്ടില്ല. ആകെപ്പാടെ എടുത്തു പറയാവുന്നത് ഈ കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിൽ നടത്തിയ ഒരു ആക്രമണം മാത്രമാണ്. പക്ഷെ അത് ഒരൊറ്റ ദിവസം വളരെ ചെറിയ ഒരു സമയം മാത്രം B-52 ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആ ഒരു ആക്രമണം. പക്ഷെ അതുപോലും ഒരർത്ഥത്തിലും ആരും തന്നെ അത് അമേരിക്കയുടെ ഒരു വിജയമായിട്ട്, ഒരു സൈനിക വിജയമായിട്ട് ഒരിക്കലും വിലയിരുത്തുന്നില്ല. ഹൂത്തികൾക്കെതിരെ ജോ ബൈഡൻ ഹൂത്തികൾക്കെതിരെ പരാജയമാണ്, താൻ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഹൂത്തികൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഹൂത്തികൾ തോൽപ്പിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ ഒരു സൈനിക പരാജയം അവിടെ സമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഒരു അധിനിവേശം, സൈനിക അധിനിവേശം, ഇപ്പൊ നേരത്തെ മുമ്പ് നിക്കരാഗയിലും പനാമയിലും ഒക്കെ അമേരിക്ക നടത്തിയതുപോലുള്ള ഒരു സൈനിക അധിനിവേശത്തിന് വെനിസുല ഒരു നിലക്കും അതിന് പറ്റിയ ഒരു സ്ഥലമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ താജുൽ, ഞാൻ ഇടപെട്ട ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് വെനിസ്വേലൻ പ്രതിപക്ഷം ട്രംപിന്റെ പ്രസ്താവനകളോടും അല്ലെങ്കിൽ ട്രംപിന്റെ ആ നീക്കങ്ങളോടും ഒക്കെ അനുകൂല ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ? സ്വാഭാവികമായിട്ട് മദൂറോ, അതായത് 1999 വരെ അമേരിക്കക്ക് ശക്തമായ സ്വാധീനം ഉണ്ടായ ഒരു രാജ്യമായിരുന്നു വെനിസ്വേല. പക്ഷെ 99-ൽ ഹൂഗോ ഷാവേസ് അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം, ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് അമേരിക്കയുടെ സ്വാധീനം അവിടെ കുറഞ്ഞത്. അന്നു മുതൽ അമേരിക്ക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ പ്രതിപക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത്. 2002 ഈ ഹൂഗോ ഷാവേസിനെതിരെ നടത്തിയ അട്ടിമറി ദയനീയമായി അമേരിക്ക പരാജയപ്പെട്ടു. അതിനുശേഷം പല സന്ദർഭങ്ങളിലായി പല രൂപത്തിലായിട്ട് അമേരിക്കൻ ഭരണകൂടം CIA ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷത്തെ തന്നെ പല ആളുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു തുടർച്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ നോബൽ സമ്മാനം നേടിയിട്ടുള്ള അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അവരെ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡെമോക്രസിയും അതുപോലെ തന്നെ അതിന് പറ്റുന്ന ഒരു സാഹചര്യം, വോട്ടെടുപ്പ് ഒക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ
അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെയും അതുപോലെ തന്നെ മറ്റ് സാധാരണ ജനങ്ങളെയും ഒക്കെ കയ്യിലെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും വെനിസ്വേലൻ ജനതയിൽ ഈ അടുത്ത് നടത്തിയ പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും അവർ പറയുന്നത് ഈ ഭരണകൂടം, പ്രത്യേകിച്ച് നിക്കോളാസ് മദൂരോ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം ഏത് സമയത്തും തങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ ഏർപ്പെടാം, അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിലിറ്ററി വൈസ് അതുപോലെ തന്നെ അവരുടെ എയർ സിസ്റ്റംസ്, റഡാർ, പ്രത്യേകിച്ച് ചൈന അതിന് പറ്റുന്ന ധാരാളം സൈനിക ഉപകരണങ്ങൾ വെനിസുലക്ക് വിറ്റിട്ടുണ്ട്, വിൽപ്പന നടത്തിയിട്ടുണ്ട്. പല എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ മറ്റ് പലതും ചൈന അവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെനിസുലയെ കീഴടക്കുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. കൂടുതൽ ഇടപെടുകയാണ്, സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞ കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ എന്ത് സമീപനമായിരിക്കും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ലോകം പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഡീകോഡിന്റെ ഇന്നത്തെ സമയപരിധി ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.